ചേട്ടാ നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധി നമ്മുടെ രാഗ അദ്ദേഹം വോട്ട് ചോരി ആയിട്ട് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ദ ഹെച്ച് ഫയൽസ് എന്നുള്ള ഒരു പുതിയ ഫ്രിക്ക് പേരൊക്കെ ഇട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതല്ല ഹൈഡ്രജൻ ബോംബ്, ഇനി ഇതിലും വലിയൊരു ബോംബ് ഞാൻ പൊട്ടിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പുള്ളിയുടെ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് പുള്ളി ജൻസിയോടാണ് ആഹ്വാനം ചെയ്തത്. നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളിത് കാണുന്നില്ലേ, അതായത് ഞാനും എൻ്റെ കുടുംബവും ഇനി അധികാരത്തിൽ വരാനായിട്ട് യാതൊരുവിധ മാർഗവുമില്ല. നിങ്ങൾ തെരുവിലോട്ടിറങ്ങി ഒരു കലാപമൊക്കെ നടത്തി, ഒരു അട്ടിമറിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരാനായിട്ട് സാധിക്കും. കാരണം ജൻസി കലാപങ്ങളുടെ ഒരു കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗുരുതരമാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. 25 ലക്ഷം കള്ളവോട്ട് ഹരിയാനയിൽ ഉണ്ട്. ഓരോ 8 വോട്ടിലും ഒരു വോട്ട് വ്യാജം. 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ, 1.24 ലക്ഷം വ്യാജ ഫോട്ടോസ് 22 തവണ മൾട്ടിപ്പിൾ വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം കാണിച്ചിട്ട് ഈ ബ്രസീലിയൻ മോഡൽ 22 തവണ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പോരാത്തതിന് രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോഴും ആരും ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. നമ്മൾ തന്നെ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാര്യം, 2 ദിവസം മുമ്പ് കഴിഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോദ്യം വന്നപ്പോഴും ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇത് എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വലിയ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യമല്ല, ഇയാളെ ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെയൊക്കെ വേറെ വാർത്തകളാണ് ഫസ്റ്റ് കിടക്കുന്ന. ഒരു ഓൺലൈൻ സൈറ്റിൽ കയറുമ്പോൾ തന്നെ ആദ്യം കിടക്കുന്ന വേറെ പല വാർത്തകളുമാണ്. കേരളത്തിലാണ് ഇത് വലിയ വാർത്ത. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ യുവതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്, ഈ ബ്രസീൽ മോഡലിന്റെ, അതായത് ബ്രസീൽ മോഡലിന് വോട്ടർ ഐ ഡി കൊടുത്തിരിക്കുന്ന ആ വോട്ടർ ഐ ഡി കരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വലിയ ബിഗ് ബ്രേക്കിംഗ് ആണ് കേട്ടോ, ബിഗ് ബ്രേക്ക്. ഞങ്ങൾ ഇതാ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞേ, ഞങ്ങൾ ഇതാ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ പോരാത്തതിന് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുകയാണല്ലോ. വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ CD ഉണ്ടെന്നും പറഞ്ഞിട്ട് കോയമ്പത്തൂര് പോയത് ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ നികേഷ് കല്യാണത്തിനൊക്കെ കോൺവോയ് ആയിട്ട് പോകുന്നതൊക്കെ വരിവരിയായിട്ട് ലൈവായിട്ട് അതെ സരിതയുടെ CD ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാരണം മാധ്യമങ്ങൾക്ക് സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ആണല്ലോ വേണ്ടത്. അതിന്റെ ഒരു പകർപ്പ് തന്നെയാണ് ഇപ്പൊ കാണുന്ന ഈ നീലക്കുയിൽ പോലുള്ള പല ഫേസ്ബുക്ക് പേജുകളും എന്ന് തന്നെ നമുക്ക് പറയേണ്ടത്. സെൻസേഷണൽ വിഷയങ്ങളാണ് വേണ്ടത്. അതിന്റെ അങ്ങറ്റത്തൊരു പെണ്ണുകൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമായി, പിന്നെ കുറച്ച് MDMA കഞ്ചാവ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരമായി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച 2 ആഴ്ച ഓട്ടിക്കാനുള്ള വകുപ്പായി. അപ്പോ ഈ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുഡാപ്പി ചാനൽ വളരെയധികം വിജിലന്റ് ആയിട്ടിരിക്കുകയാണ്. മീഡിയ വൺ അവിടെ ഓരോ പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിലും ചെന്ന് നിന്നിട്ട് അവിടെ ഈ ആൾക്കാരെ പുറത്താക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ വരുമ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു വോട്ട് ഇടാനായിട്ട് പോകുമ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കണം. അപ്പൊ അവിടെയുള്ള ആൾക്കാർ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാതെ അങ്ങോട്ടേക്ക് പോയി വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർ പിടിച്ച് പുറത്താക്കും. അവിടെയുള്ള ആള് മുറി ഹിന്ദിയൊക്കെ വെച്ചിട്ട് ക്യാ ഹുവാ ക്യാ ജായേങ്ക ക്യാ ഹോയേങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിച്ചു, ഇതാ നോക്കൂ, ഇതാ ഇയാളെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കേരളത്തിലും നടക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കൽ വോട്ട് ചെയ്യാനായിട്ട് പോയപ്പോ അവിടെ എന്റെ പേരില്ല വോട്ടർ ലിസ്റ്റിൽ എന്റെ പേരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ വരെ. അപ്പൊ അവര് പറയുന്നത് ഇത് പുതുക്കാതെ ഇത് വരില്ല. ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ട് ഇത് ഇത്തവണ പുതുക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളില്ലായിരുന്നു. കാരണം ഞാൻ എന്റെ വോട്ട് ചെയ്യാനുള്ള ആ വാർഡിൽ നിന്ന് ഞാൻ മാറി വേറൊരു വാർഡിൽ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കണ്ടില്ല. അവര് BLO എത്തിയപ്പോൾ എന്നെ കണ്ടില്ല. പറഞ്ഞു പുതുക്കാത്തോണ്ട് ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ BLO എന്താ ചെയ്യേണ്ടത്, ഫോൺ എടുത്ത് നമ്മളെ വിളിക്കും, എടാ ധനുഷേ ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്, നീ അതൊന്ന് പുതുക്കെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നമ്മളെ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പണി. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇവിടെ വോട്ട് ചെയ്യാൻ വരും, ഞാൻ വീണ്ടും 2ാമത് വന്നാൽ അകത്തിരിക്കുന്ന ഏജന്റ് പറയും നീ വോട്ട് ചെയ്തല്ലടാ ഇറങ്ങിപ്പോടാന്ന് പറയും. കാരണം എല്ലാവരും കൃത്യമായിട്ട് അവർക്ക് അറിയാമല്ലോ. അപ്പൊ അതൊക്കെ ഇതിനകത്തുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരു കഴമ്പുമില്ലാത്ത ആരോപണമാണെന്ന്. അപ്പൊ ബീഹാറിൽ ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഒരു ചാനലുകളും ഏറ്റെടുത്തിട്ടില്ല, ഒരു മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടില്ല, നാഷണൽ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടില്ല. എന്തിനു പറയുന്നു, ഈ ബീഹാറിലാണ് ഇതിന്റെ വോട്ട് ചോരിയുടെ ഈ റാലിയൊക്കെ നടന്നത്. അവിടെ ഈ ഇലക്ഷൻ പ്രചരണം നടന്നപ്പോ ബിജെട്ടൻ കേട്ടായിരുന്നു, അഖിലേഷ് യാദവ് ഒരു വാക്കെങ്കിലും
വോട്ട് ജോലിയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്ത് വലിയ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അയാളെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ. പോരാത്തതിന് രാഹുൽ ഗാന്ധി ആ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടുകാല് തല്ലി പിടിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. കാരണം സീറ്റ് വിഭജന സമയത്ത് വന്നപ്പോൾ 100 സീറ്റ് വേണമെന്ന് പറഞ്ഞു വന്നിരുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റ് ജയിച്ചു, 70 സീറ്റ് കൊടുത്തിട്ട്. അതിനെക്കാട്ടിലും സ്ട്രൈക്ക് റേറ്റ് ഇവിടെ ഇടതുപക്ഷത്തിനുണ്ട്, അതുകൊണ്ട് ഓടിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പൊ ഈ വോട്ട് ചോരി ആരോപണം എന്ത് തോന്നുന്നു, ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കും? എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഒരു കലാപം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ബിജുചേട്ടൻ എന്താ തോന്നുന്നത്? അല്ല, നമ്മളിന്ന് ചർച്ചയ്ക്ക് അത് എടുക്കാൻ കാരണം കലാപത്തിന്റെ വാക്ക് അദ്ദേഹം ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി കൊണ്ട് ആകെ പ്രയോജനം കിട്ടിയത് ബി.ജെ.പിയുടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്നൊരു ബി.ജെ.പിയുടെ നേതാവിന് മാത്രമാണ്. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ലീഡറായിട്ട് മാറി. സാധാരണഗതി ദക്ഷിണേന്ത്യൻ ലീഡർമാർ അധികം പാൻ ഇന്ത്യൻ ആകാറില്ല. മോദി, അമിത്ഷാ അങ്ങനെയൊക്കെയുള്ള നോർത്ത് ഇന്ത്യൻ ലീഡേഴ്സ് ആണ് പാൻ ഇന്ത്യൻ ആകുന്നത്. ദക്ഷിണേന്ത്യയിലുള്ളത് അണ്ണാമലൈ ആണ് ഇപ്പൊ പാൻ ഇന്ത്യൻ ആയത്. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം കരുണാനിധി ഉണ്ടല്ലോ, സോറി സ്റ്റാലിൻ ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്. ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ശ്രീമാൻ ബി ഗോപാലകൃഷ്ണൻ ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റീഷ്യനായി മാറി. ഇതില് നമ്മളെ ഒരു സുഹൃത്ത്, നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള ഔട്ട് സൈഡുള്ള സുഹൃത്ത് നോർത്തിൽ അവിടെ, അപ്പൊ അദ്ദേഹം വിളിച്ച് ചോദിച്ചത് ഇദ്ദേഹം വളരെ ഒരു സ്ട്രോങ്സ്റ്റ് ലീഡർ ആണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അദ്ദേഹം വളരെ ധൈര്യസമേതമാണല്ലോ ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത്, ഇദ്ദേഹം വലിയൊരു തീവ്ര സ്വഭാവമുള്ള ആളാണോ എന്ന് ഞാൻ പറഞ്ഞ ആള് പാവമാണ്, നമുക്ക് അറിയാവുന്ന ഒരാളാ. അത് അദ്ദേഹം അപ്പോഴത്തെ ആ ഒരു പറഞ്ഞതാണ്. അപ്പൊ കാരണം പുള്ളിയുടെ ഈ ഒരു കുങ്കുമക്കുറി, പുള്ളിയുടെ ഡയലോഗ് കേട്ടപ്പോ അവർക്ക് മലയാളം അറിയില്ലല്ലോ കാണുന്ന നോർത്തിന്. അപ്പൊ അവര് കരുതുന്ന ഇദ്ദേഹം എന്തോ ഒരു കൊടും സംഭവമാണ്, ഒരു സ്ട്രോങ്സ്റ്റ് ലീഡറാണ്, ഏതൊക്കെയോ സംഭവം അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ടില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഏതായാലും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുണം. ഇനി രണ്ടാമത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ, ഒരു വോട്ടർ 22 സ്ഥലത്ത് 22 ബൂത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നു 8 സീറ്റിൽ കോൺഗ്രസ് തോറ്റത്, അല്ല 22 സീറ്റിൽ കോൺഗ്രസ് തോറ്റത് 4000 വോട്ടിന് താഴെയാണ്. 8 സീറ്റിൽ കോൺഗ്രസ് തോറ്റത് 20,000 വോട്ടിന് താഴെയാണ്. അതായത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് തർക്കമൊന്നുമില്ല, അത് കോൺഗ്രസ്സുകാർക്കും തർക്കമില്ല. ശക്തമായതുകൊണ്ടാണല്ലോ അവർ 22 സീറ്റിൽ 4000 വോട്ടിന് തോക്കേണ്ടി വരുന്നത് ബി.ജെ.പി ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ ഒരു മോഡൽ, ബ്രസീലിയൻ മോഡൽ സീമ സീറ്റി സരസ്വതി എന്ന 3 പേരുകളിൽ ഈ വോട്ടർ വന്ന് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 25 ലക്ഷം കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അതിൽ 5 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഒന്നിലധികം പേരുള്ളത്. ഇനി ഇതിന്റെ ഒരു ലളിതമായ നിയമക്രമം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മേഖലയില് അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ കുടുംബം. അത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, 19 വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അന്നത്തെ സമയത്തൊക്കെ ഞാനൊക്കെ ഈ സ്കൂൾ കോളേജ് ടൈമിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ. ആ പരിസരത്തൊന്നും വേറെ പരിവാർ കുടുംബങ്ങളൊന്നും ഇല്ല. അതായത് പഞ്ചായത്തിൽ തന്നെ അപൂർവമാണ്, ഒരു 5 6 ഒക്കെ സ്വയം സേവകരൊക്കെ മാത്രമേ അന്നത്തെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ബി.ജെ.പി, ഞങ്ങൾ തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്ത്, ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കാരണം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ബി.ജെ.പിയിലെ സ്ഥാനാർത്ഥിയെ നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്യും, അയാളെ നിർത്തും. 9 വോട്ടാണ് നമ്മുടെ ഇതിൽ കിട്ടുന്നത്. എനിക്ക് കൃത്യമായ എണ്ണം അറിയാം. അതിൽ 4 എണ്ണം എന്റെ വീട്ടിൽ നിന്നും, 5 എണ്ണം അവിടെയുള്ള അനുഭവങ്ങളുടെയും കൂടെ ചേർത്താണ് ഈ 9 വോട്ട് കിട്ടുന്നത്. അപ്പോ നമ്മൾ അവിടെ ബൂത്തിൽ ഇരിക്കുന്നതും നമ്മൾ തന്നെ, പോസ്റ്റർ ഒട്ടിക്കുന്നതും നമ്മൾ തന്നെ, ഇതെല്ലാം നമ്മൾ തന്നെയാണ്. ഇന്ന് ആ പഞ്ചായത്ത് ആരാധന, ഇന്ന് ഞാൻ ആ വാർഡ്, എന്റെ കുടുംബം ഇരുന്ന വാർഡ്, അതായത് ദിവസവും ഒരാഴ്ച 2 തവണയെങ്കിലും പോലീസ് റെയ്ഡ് നടക്കുന്ന ഒരു വീടാ എന്റെ. കാരണം ഈ RSS നിരോധന സമയത്ത് RSSന് ശാഖ നടത്താൻ നമ്മുടെ പറമ്പ് തന്നെ കൊടുത്തു. പബ്ലിക്കായിട്ട് ഞങ്ങളുടെ വീടിന്റെ പുരയാടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ആള് കുറവായതുകൊണ്ട് വിവിധ ഇടങ്ങളിലുള്ള ശാഖ ഒരു ചെറിയ സാങ്കേതിക കണക്കൊക്കെ അവിടെ വിളിച്ചു കൂട്ടിയൊക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രമാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് പയ്യനാണ് നമ്മുടെ. അപ്പൊ നമ്മളാണ് ഇതിൽ പോകുന്നത്. അപ്പം നമ്മളാണ് ബൂത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ ബൂത്തിൽ 9 വോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാം, വീട്ടിൽ പോവാം. കാരണം 9 ആണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന. 9 വോട്ടേ ഉള്ളൂ പരമ്പരാഗതമായിട്ട് കിട്ടുന്നത്, എന്റെ കുടുംബത്തിൽ നിന്നുള്ളതും ഇതും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഏറ്റവും അവസാനം വോട്ട് ചെയ്യാം. കാരണം ബാക്കി 8 വോട്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവസാനത്തെ എന്റെ വോട്ട് വിളിച്ചിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കള്ളവോട്ട് വന്നു. കള്ളവോട്ട് വന്നപ്പോൾ ഞാൻ കയറി ഒബ്ജക്ട് ചെയ്തു. ബൂത്തിൽ വെച്ച് ഒബ്ജക്ട് ചെയ്തു. അപ്പൊ CPM-കാരുണ്ട് അവിടെ. ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നൊരു ലക്ഷണം അത്രയാണ്. അപ്പം CPM-മാർ മിണ്ടാതിരുന്നു. ഞാൻ ഇങ്ങനെ ഒബ്ജക്ട് ചെയ്തപ്പം പെട്ടെന്ന് തന്നെ ഈ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഒബ്ജക്ട് ചെയ്ത മനുഷ്യന് വോട്ടില്ലാത്ത ആൾ അങ്ങനെ ഈ ബൂത്തിൽ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വോട്ടില്ല എന്നുള്ളത്. സുന്ദരമായിട്ട് അതിൽ വെട്ടി മാറ്റപ്പെടുക. കാരണം ഞാനാണ് സ്ഥിരം ഈ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഇര. എന്റെ വോട്ട് സ്ഥിരമായി വെട്ടിമാറ്റിയിട്ട് ഞാൻ തന്നെ പോയി. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ മനുഷ്യ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാണ്ട് നമ്മുടെ പാർട്ടിയുടെ ഒന്നും പൈസ ഇല്ല കളക്ടറേറ്റിൽ പോയിട്ട് ഇത് ചേർക്കണമെങ്കിൽ.
ആ ഒരു കൊടി അടിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് 15 രൂപ കൊടുക്കണം ഈ തയ്യക്കടക്കാരൻ. അതും പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ രഹസ്യമായിട്ട് ഈ സംഘത്തിന്റെ കൊടി ഇല്ലെ ബിജെപിയുടെ കൊടി കൊടുത്തിട്ട് രാത്രിയിലാവും പറയും കട അടയ്ക്കാൻ നേരത്ത്. കാരണം ഈ തയ്ക്കുന്ന ഗുഡ്സിറ്റ് എന്ന് പറഞ്ഞൊരു കടയാണ് അവിടെ. അപ്പം ഇദ്ദേഹത്തിന് മാത്രമേ നമ്മുടെ ട്രൗസർ അടിക്കാനും കൊടി അടിക്കാനും പരിചയമുള്ളൂ. അപ്പോ ഇദ്ദേഹം എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പകലും ഈ ഡേ ടൈം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ ഇങ്ങനെ പകൽ ആൾക്കാർ കാണുന്നത് ഞങ്ങളോട് സഹകരിക്കാൻ പറ്റത്തില്ല. ഇത് കഴിയുമ്പോൾ എല്ലാ വർക്കും കഴിയുമ്പോൾ കൊടി അടിക്കും. എന്നിട്ട് ചുരുട്ടി നമ്മളത് ഈ കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സ് കടത്തുന്ന കണക്കാണ് നമ്മൾ ഈ കൊടി എടുത്ത് അപ്പോൾ മുമ്പിലോട്ട് താത്തിട്ട് പോരും. ആരെങ്കിലും ഒറ്റിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. നിരോധനവും മറ്റും പറ്റുന്ന സമയമാണ്. ഒരു വല്ലാത്ത ഭീകരാന്തരീക്ഷത്തിലാണ് നമ്മളെ കാണുക. അതിലൊക്കെ അപേക്ഷിച്ച് ഇപ്പൊ BJP ഒക്കെ വലിയതായിട്ട് കൂടിയില്ല. ഇനിയിപ്പം നമ്മുടെ ആരുടെ ഒരു ഹെൽപ്പ് പോലും അവർക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അവർക്ക് അടുത്ത ഒരു ഇതിലേക്ക് ഒരു ജനറേഷനിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. അന്നൊക്കെ കൊടി എന്നൊക്കെ പറഞ്ഞാല് എന്താണ് നമ്മുടെ ജീവനേക്കാൾ വലുത്. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു കൊടി തയ്ക്കുന്നത്. കാരണം നമ്മുടെ ഈ കൂട്ടത്തിൽ ആകെ ഉള്ളതാണ് നിയോജക മണ്ഡലത്തിൽ 60 or 70 ആക്റ്റീവ് മെമ്പർമാരായിരിക്കും. അത് BJP BMS എന്നൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചു തന്നെയാണ്. അവരിൽ കുറച്ച് പേര് പണിക്ക് പോകും. ആ ചേട്ടന്മാര് വൈകുന്നേരം ഞങ്ങളെ കൊണ്ട് ഏൽപ്പിക്കും. കാരണം അവർക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നത് നിരോധനമുള്ളതുകൊണ്ട് അവർ ഈ പൈസ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറയും മോനെ കൊടി മേടിച്ചു. കാരണം നമുക്ക് അന്നേരം നമ്മുടെ സംഘടനയ്ക്ക് ഊർജിതമായിട്ട് എല്ലാവരും ശാഖയും കാര്യങ്ങളും നടക്കുന്ന സമയം എപ്പോഴും നിരോധന സമയമാണ്. അപ്പോഴാണ് നമ്മൾ കൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ ഈ ചേട്ടന്മാർ പൈസ തരും 3000 രൂപ 5 രൂപ ഒക്കെ തരും. ചിലപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ചേട്ടന്മാരുണ്ട്. അപ്പൊ അവര് അന്ന് ചിലപ്പോൾ കൂടുതൽ മത്സ്യമൊക്കെ അവർക്ക് കിട്ടാമെങ്കിൽ ഇച്ചിരി പൈസ കൂടുതൽ അവർക്ക് കിട്ടും. അന്നേരം ഒരു ചായ വാങ്ങിത്തരും. വൈകുന്നേരം ഇവര് ചായയാണ് അതിനകത്ത് ഒരു വലിയ കാര്യം. ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ പോയിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ നമ്മൾ കിട്ടാറില്ല, അപൂർവമാണ്. ഇന്ന് അതേ സമയത്ത് ഓരോ പാർട്ടി ബൂത്ത് പ്രസിഡന്റുമാർക്കും പേജ് പ്രമുഖം എന്ന് പറഞ്ഞൊരു സംവിധാനം BJPക്ക് ഉണ്ട്. ഓരോ പേജ് വെച്ച് കൊടുക്കുക. അന്നൊരു ബുക്ക് കണക്കാണ് കിട്ടുന്നത്. ഇന്നിപ്പോ ഓരോ പേജ് നമ്മൾ റെഫർ ചെയ്യും. എങ്ങനെയാണ് സിസ്റ്റം വെച്ചാൽ ആദ്യം ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ടിക്കാരെന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് അന്ന് ഒരു ബുക്ക് കണക്ക് തന്നെയാണ് ഇതിരിക്കുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം കൂടെ തരുന്നത്. ഇന്ന് അതിൽ ഓരോ പേജാണ്. ഇത് BJPക്കൊക്കെ ഈ പേജ് പ്രമുഖം എന്നാണ് അതിന് പറയുന്നത്. അവർ ഓരോ പേജ് വെച്ച് കൊടുക്കുക. ഒരു പേജിൽ 20 പേരെ കാണത്തുള്ളൂ. അപ്പൊ 20 പേരെ നമ്മൾ നോക്കും, ഇവരൊക്കെ ഉള്ളതാണോ, ഇവരൊക്കെ ഡബിളിംഗ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കി കൺഫേം ചെയ്യും. ഇവിടെ ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും. പരാതി കൊടുക്കുക മാത്രമല്ല ഈ ബൂത്ത് പാർട്ടിക്കാർ ചെയ്യുന്നത്, ആ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തിരുത്തിയെന്ന് ഉറപ്പുവരുത്തും. ഇത് BJP ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉഗ്രനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായത്. അവരാണല്ലോ എന്റെ പേര് സ്ഥിരമായി വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തന്നെ പോകും. കാരണം നമ്മുടെ പാർട്ടിക്കാർക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല, അവസ്ഥ ഇല്ല. പക്ഷെ ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ മതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ സംവിധാനം ഇന്ന് വേറെയാണ്. ഇന്നിപ്പം സ്കൂട്ടറും കാറും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും പ്രവർത്തകരുണ്ടോ ഏതെങ്കിലും പാർട്ടിക്ക്? ഒരു വലിയ കാലത്തിലേക്ക് വളർന്നില്ലേ? അപ്പം ആ ഒരു ഞാൻ ജന്മഭൂമി പത്രം വായിക്കാനായിട്ട് 8 കിലോമീറ്റർ നടന്നാ പോകുന്നത്. അന്ന് ജന്മഭൂമി പത്രം അമ്പലപ്പുഴയില് 50 പത്രമായിരുന്നു. അന്നത് വായിക്കാൻ പോകും. ഞാന് ഈ സംഘപരിവാറുകാര് സഹിച്ച ത്യാഗത്തെ കുറിച്ച് ഇങ്ങനെ അവിടെ എവിടെയും പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യമാണ് ഒരാൾ എന്നോട് ഇത് നേരിട്ട് പറയുന്നത്. ഇത്രയും കാലം നടന്നിട്ട് ഈ കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാനത് പറയുകയോ അത് വെച്ച് നേട്ടം ഉണ്ടാക്കുകയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പം 35 വർഷമായിട്ട് സംഘടനയുടെ ഭാഗം. ഇന്നും ഞാൻ പ്രൗഢശാഖ പോകുന്ന ഒരാളാണ്. കാരണം അതിന് വെച്ചുകൊണ്ട് നേട്ടം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം ആ സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ അതിപ്പോ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തൊരു മൈലേജ് എടുക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ലല്ലോ. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെന്നതാണ്. ഇതൊന്നും അല്ലാതിരുന്ന കാലത്ത് 1980-കളിലാണ് ഞാൻ ഇതിൽ വരുന്നത്. അപ്പൊ അന്ന് വന്ന് ഇപ്പൊ ഇന്ന് സന്തോഷമാണ്. നമുക്ക് നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അഭിമാന സന്തോഷമൊക്കെ ഇല്ല. അതങ്ങനെ. പിന്നെ കാലഘട്ടം മാറുമ്പോഴേക്കും എന്താ പറയാ, പാർട്ടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് ചില കുഴുക്കുത്തുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഈ പാർട്ടിയുടെ ചാരി നിന്നുകൊണ്ട് കുറെ പേര് നേട്ടം ഉണ്ടാക്കാൻ വരും. ഞങ്ങളാണ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകാം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറിന് രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടൊരു സംഘപരിവാറാണ്. ഞാൻ ദൂരദർശൻ കാലം തൊട്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടയിൽ, മാധ്യമപ്രവർത്തകർക്കിടയിൽ ശക്തമായിട്ട് ഉച്ചനീചത്വം അനുഭവിച്ചിരുന്നത്. കൂട്ടത്തിൽ ഇരുത്തത്തില്ല. എനിക്കറിയാം, ഞാൻ ദൂരദർശൻ വർക്ക് ചെയ്യുമ്പോൾ 4 പേരാ നമ്മുടെ അനുഭാവികള്. അപ്പൊ അന്നേരം നമ്മുടെ രാജേട്ടൻ എന്ന് ഇവിടെ മന്ത്രിയായിട്ട് ജയിച്ച സമയമാണ്. അപ്പോ രാജേട്ടനെ ഒന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം ഇവന്മാര് സമ്മതിക്കത്തില്ല. അവിടെ ഇരിക്കുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും യൂണിയൻകാരും ഈ ദൂരദർശനിൽ അന്ന്. അപ്പൊ നമുക്കുള്ളത് ആകെയുള്ള 4 പേരാ ഉള്ളത്. അതിലൊന്ന് ഞാൻ ചെറുതാണ്. ഇവരൊക്കെ വലിയ ചേട്ടന്മാർ, അവർ BMSകാരാ. ഞങ്ങൾ 4 പേരാ ക്യാൻറ്റീൻ്റെ അവിടെ പോയിട്ട് രഹസ്യമായിട്ട് നിന്നാ സംസാരിക്കുന്നത്. ആരെങ്കിലും ദൂരം വരുമ്പോൾ ഇവർ പറയും പൊക്കോ എന്ന് പറയും. അവർക്ക് പണി കിട്ടത്തില്ല. കാരണം ഒരു പെർമനന്റ് സ്റ്റാഫാണ്, ഞാൻ കാഷ്വൽ സ്റ്റാഫാ. എന്നെ പറഞ്ഞു വിടും, പൊക്കോ എന്ന് പറയും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരൊരു ബാനത കെട്ടാൻ അവർ കേട്ട പാട് എനിക്കറിയാം. രാജേട്ടൻ മന്ത്രി ആയപ്പോഴത്തേക്കും
ഒരു ബാനർ വലിച്ചു കെട്ടാനായിട്ട്. കാരണം അത്രത്തോളം തെറ്റാനുഭവങ്ങൾ ഉണ്ട്. അതൊരു ഭീകരനെ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടനെ കാണുന്നത് പോലെ ആകും. ഇന്നിപ്പോ എത്ര മനോഹരമായ പേരാണ് നമ്മളെ വിളിക്കുന്നത്, സംഗി എന്നല്ലേ വിളിക്കുന്നത്, നല്ലൊരു പേരല്ലേ അത്. അന്ന് അങ്ങനല്ല, നമ്മളെ അകറ്റി നിർത്തുമായിരുന്നു. ഇന്നിപ്പോ 10 പേര് കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 7 പേരും സംഘികളാ, സംഘി മനോഭാവമുള്ളവരാ. അന്നതില്ല. ആ ഒരു കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഇതെല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 10 പേര് നിൽക്കുമ്പോൾ ഒരുത്തിനും അകറ്റി നിർത്തുന്ന ഒരു മാനസികാവസ്ഥ, അത് നേരിട്ട് വന്നതുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ ആ സംഘടന എന്നെ പ്രാപ്തമാക്കി. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ എവിടെയും ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ബലം തന്നത് ആ സംഘടനയുടെ ഒരു നേതൃപാടവം തന്നെയാണ്. ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മാറി സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ഈ പ്രചാരകനായിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അന്ന് എന്നെ അത് വേണ്ട, കാരണം ലൈഫ് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ടായ ലൈഫാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകണം, നിങ്ങളുടെ ഒരു സ്വപ്നം പോലെ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകനാകണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരകന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളിപ്പോ ജന്മഭൂമിയുടെ ഒരു ഹെഡായിട്ടിരിക്കുന്നു, മറ്റൊരാൾ കേരള ഭൂമിയുടെ ഒരു ഹെഡായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഒന്ന് കൈലാസ് ചേട്ടനും ഒന്ന് പ്രദീപ് ജി ആയിരുന്നു, രണ്ടുപേരും ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നൊരാളാണ്. നമ്മൾ ഇതിന്റെ ഒരു പൊങ്ങച്ചം പറഞ്ഞ് നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് വേറൊരു ഭാഗം, ഇത് വേറൊരു ഭാഗം. പക്ഷെ ഞാനൊരു പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിരുന്നില്ല. കാരണം ഞാനൊരു മടിയനാണ്. ഞാനൊരു പാർട്ടി പ്രവർത്തനത്തിന് പോയിട്ട് എന്നെ കൊണ്ട് ആ പാർട്ടിക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. കാരണം ഇച്ചിരി സമയം കിട്ടി ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നെ കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ ആ പാർട്ടിക്ക്? അതുകൊണ്ടാണ് ഞാൻ പാർട്ടികളൊന്നും പോകാത്തത്. അപ്പോൾ അങ്ങനെ പോലും സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ ശക്തമായ കോൺഗ്രസിന് എങ്ങനെയാണ് ഹരിയാനയിൽ ഇത് അറിയാതെ പോയി? ഈ എല്ലായിടത്തും ഇത് തന്നെയല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കില്ലേ? കുറഞ്ഞ പക്ഷം ഇപ്പോൾ നെറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ പേരുണ്ടോ ഇല്ല എന്നുള്ളത്, അതെങ്കിലും അറിയേണ്ടതല്ലേ? ഇവിടെ അദ്ദേഹം പറഞ്ഞത്, അവസാനം ഗതികെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? ജൻസികളെ നിങ്ങൾ ഇത് പ്രതികരിക്കണം, നിങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാകുന്നത്, നിങ്ങൾ പ്രതികരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അതിനർത്ഥം അദ്ദേഹം ഈ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നതിന്റെ കാര്യം തന്നെ ജൻസി കലാപം ഉണ്ടാക്കാൻ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. നമ്മുടെ ഒരു 1-1.5 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ ഈ ഡിബേറ്റ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഈ വോട്ടുകേറി കൊണ്ടുവന്നത് ജൻസി കലാപത്തിനാണ്, ധർമ്മസ്ഥല കൊണ്ടുവന്നത് ജൻസി കലാപത്തിനാണ്, SIR-നെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൻസി കലാപത്തിനാണ്. ഇപ്പതേ രാഹുൽ ഗാന്ധി പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ജൻസികളെ നിങ്ങൾ ഇറങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ശരിക്കും ചെയ്യേണ്ടത് കേസിന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ധനുഷിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ തെളിയിക്കേണ്ട കടമ എനിക്ക്, ധനുഷിനല്ല. ധനുഷിന് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാം, അത് തെളിയിക്കേണ്ട കടമ ധനുഷിനുള്ളതാണ്, അത് പ്രൂവ് ചെയ്യിക്കേണ്ടത്. എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇവിടെ ഒരിക്കലും രാഹുൽ ഗാന്ധി ഇതിൽ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ സ്ത്രീ രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ സീമ CP സരസ്വതിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അന്നേരം വേറൊരു കാര്യമുണ്ട്, അവര് ഇനി കേസിന് പോകുമെന്നത്. പക്ഷെ പോകായാലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഫോട്ടോ മാറിയത് അവർ പരാതി നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ. ഈ ഫോട്ടോ ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ള സാധനം. അപ്പൊ അതിനകത്ത് ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് അത് നിയമവിരുദ്ധമാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാം, പക്ഷെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ കാണിക്കുകയും ഒക്കെ ചെയ്തത് നിയമവിരുദ്ധമാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നിയമ പരിജ്ഞാനം വലുതായിട്ടില്ല, അതൊക്കെ അഡ്വക്കേറ്റുമാർ നോക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഏതായാലും ചീറ്റിപ്പോയി അതെന്നുള്ളതാണ്. ചീറ്റിപ്പോയതുകൊണ്ടാണല്ലോ അദ്ദേഹം ജൻസികളെ ആഹ്വാനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. നിങ്ങൾ ഇറങ്ങുന്നു. നമ്മൾ നേരത്തെ തന്നെ പറയുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്. SIR-ലും ഇത് തന്നെയാണ് ഇവർ ഒരുങ്ങുന്നത്. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ തെളിഞ്ഞില്ലേ? ഈ ബീഹാറിൽ വലിയ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് പുള്ളി അതെല്ലാം ഉപേക്ഷിച്ച് പാഞ്ഞു കീറി ഹരിയാനയെ വന്നിട്ട് ഇത് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് ഒരു രസകരമായ കാര്യം. ഏതായാലും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തോക്കുന്നതിന് മുമ്പ് ഒരു കാരണം കണ്ടെത്തി വെക്കണം. ഇപ്പൊ മീഡിയ വൺ പോയിട്ട് പറയാൻ വന്ന കാരണം എന്താണെന്നറിയാവോ? ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറന്തള്ളിയത് കൊണ്ടാണ് തോറ്റുപോയത്. രാഹുൽ ഗാന്ധി പറയും വോട്ട് മോഷണം നടത്തിയത് കൊണ്ടാണ് തോറ്റുപോയത്. പിന്നെ EVM-ന് ഇപ്പൊ ആരും പറയുന്നത്. ഏതായാലും EVM ഒരു ഭാഗ്യ, ആ ശനിദശ കാലഘട്ടം EVM-ന്റെ കഴിഞ്ഞിരിക്കുന്നു. അവർക്കിപ്പം EVM-നെ ആരും കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ എലോൺ മസ്കും സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ട് അല്ലെ? എലോൺ മസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എലോൺ മസ്ക് EVM-നെ ബ്ലെയിം ചെയ്താണ്. അവിടെ ബാലറ്റിനെയാണ് ബ്ലെയിം ചെയ്തിരിക്കുന്നത്. ഈ സോറാൻ മംതാനി ജയിച്ചത് ബാലറ്റിൽ തിരിമറി കാണിച്ചുകൊണ്ടാണെന്നാണ് എലോൺ മസ്ക് പറയുന്നത്. ഇതൊരു ട്രെൻഡായിട്ട് മാറുകയാണ് ലോകം. നോക്കുമ്പോൾ ഒരു ക്ലാസിക് ഉദാഹരണം ഇവിടെ കിടക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി. രാജ്യം അതൊരു ടൂൾ കിറ്റാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ടൂൾ കിറ്റ്. അതാ സായിപ്പായാലും ഇന്ത്യക്കാരനായാലും എല്ലാവർക്കും ഉപയോഗിക്കാം. അമേരിക്കയിലും അത് തന്നെയാണ് അവർ പറയുന്നത്. അപ്പം ഈ IQ-ൽ വ്യത്യാസമൊന്നുമില്ല ഈ കാര്യങ്ങളിലൊക്കെ, എല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. അവിടെ ബാലറ്റ്, ഇവിടെ വോട്ട് ചോരി, രണ്ടിടത്ത് വോട്ട് ചോരിയാണ് സംഭവമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു ടൂൾ കിറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനെ ഇളക്കിക്കൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കാം. പക്ഷെ തെരുവിൽ ഇറങ്ങില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ
ഈ യൂത്ത് എന്ന് പറയുന്നത് വെറും വിവരമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ് യൂത്ത് എന്ന് പറയുന്നത്. അവർ നോക്കുന്ന ഡെവലപ്മെന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഒരു വഴിക്ക് അത് വഴി അങ്ങ് പോകും. ഇത്രയും പറഞ്ഞിട്ട് ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഒരു ടൂർ പോകും നാളെ മറ്റന്നാളോ. ഇതാണ് അദ്ദേഹം ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഒന്ന് ഇട്ടിട്ട് പോകും, അവിടെ നിന്ന് പറയും ഇപ്പൊ അവിടെ പൊട്ടിക്കാണെന്ന് പറയും. ഇത് നമ്മളിത് കാണുന്നതല്ലേ. ഇതാണ് നമുക്ക് ഇത്രയുള്ള പറയാനായിട്ട്. രാഹുൽ ഗാന്ധി എന്തായാലും ഹരിയാനയിൽ പോയതിൽ എനിക്ക് ഒരു അത്ഭുതമുണ്ട്. കാരണം ഇപ്പൊ ബീഹാറിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പിടിക്കാനല്ലേ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ എളുപ്പം. എന്തായാലും ഹരിയാനയിലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി 45 ദിവസത്തിനകം തന്നെ ഓടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇനി 45 ദിവസം കഴിഞ്ഞ് ഒരു പരാതി കൊടുത്തിട്ട് VVPAT നശിപ്പിച്ചു കഴിഞ്ഞു, CCTV ഇല്ല, 45 ദിവസത്തിനകം എന്ന് പറയാതിരിക്കാൻ ഇപ്പോഴേ പറയുകയാണ്. അതായത് 45 ദിവസം സമയമുണ്ട്, ഓടിച്ചെന്ന് പരാതി കൊടുത്തോളൂ. ഓടിച്ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ VVPAT നശിപ്പിക്കില്ല, അതാണ് നിയമം. ഇത് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ബിജുചേട്ടൻ പറഞ്ഞ പോലെ ടൂർ ഒന്നും പോവാതെ നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജു.